ശിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുനായുള്ള തിരച്ചിൽ അത് 8ാം ദിവസവും തുടരുന്നുണ്ട്. ഗംഗാവലി പുഴയുടെ തീരത്ത് അർജുൻ വാഹനം പാർക്ക് ചെയ്തു എന്ന് കരുതപ്പെടുന്ന സ്ഥലത്തിന്റെ എതിർവശത്താണ് ഇപ്പോൾ തിരച്ചിൽ പുരോഗമിക്കുന്നത്. പുഴയിലും തിരച്ചിൽ സമാന്തരമായി നടത്തുന്നുണ്ട്. ഇടവിട്ട് പെയ്യുന്ന ശക്തമായ മഴ ഈ തിരച്ചിലിന് ചെറിയ രീതിയിലെങ്കിലും തടസ്സമുണ്ടാകുന്നു എങ്കിലും സൈന്യം ഇതൊന്നും വകവയ്ക്കാതെ തിരച്ചിൽ തുടരുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. നമുക്ക് ശിരൂരിലേക്ക് പോയാൽ അവിടെ നിഖിലും സതീഷും നമുക്കൊപ്പമുണ്ട്. ആദ്യം നിഖിലിലേക്ക് പോവുകയാണ്. നിഖിൽ, ഈ കഴിഞ്ഞ 7 ദിവസവും നിരാശ തന്നെയായിരുന്നു. എന്തെങ്കിലും ഒരു വിവരം അർജുനുമായി ബന്ധപ്പെട്ട് ലഭിക്കുമെന്ന് ഓരോ നിമിഷവും നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ 7 ദിവസവും നിരാശയായിരുന്നു ഫലം. ഇന്ന് 8ാം ദിവസമാണ്. പ്രതീക്ഷയോടെ എന്തെങ്കിലും വിവരങ്ങൾ ഈ മണിക്കൂറിലെങ്കിലും പുറത്തു വരുന്നുണ്ടോ? തീർച്ചയായും സേതുലക്ഷ്മി, പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും തിരച്ചിൽ പ്രദേശത്ത് പുരോഗമിക്കുന്നത്. ഇന്നത്തെ ഈ പ്രതീക്ഷ നൽകുന്ന ഘടകം എന്ന് പറയുന്നത് ഈ അർജുൻ വാഹനം പാർക്ക് ചെയ്തിരുന്നു എന്ന് പറയുന്ന ആ സ്ഥലത്തിൻ്റെ നേരെ എതിർവശത്ത്, അതായത് റോഡിൻ്റെ എതിർവശത്ത് പുഴയോരത്താണ് ഇന്ന് തിരച്ചിൽ നടത്തുന്നത്. ഇന്നലെ സൈന്യത്തിന് അവിടെ നിന്ന് റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ സിഗ്നൽ ലഭിച്ചിരുന്നു. ഇന്ന് രാവിലെ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചപ്പോഴും അവിടെ സിഗ്നൽ ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ ഈ സിഗ്നൽ ലോറിയുടേതാണ് എന്ന് ഇപ്പോഴും ഉറപ്പിച്ചിട്ടില്ല. പക്ഷേ ആ സിഗ്നലിൻ്റെ അടിസ്ഥാനത്തിലുള്ള മണ്ണ് നീക്കിയുള്ള പരിശോധന തന്നെയാണ് അവിടെ നടക്കുന്നത്. ഒരുപക്ഷെ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. ഈ പറയുന്ന ഈ പുഴയുടെ അരികിൽ ഏകദേശം 15 അടിയോളം, പുഴയുടെ ജലനിരപ്പിൽ നിന്ന് 15 അടിയോളം ഉയരത്തിൽ മണ്ണുണ്ട്. ആ മണ്ണ് നീക്കുക എന്നുള്ള ശ്രമകരമായ ദൗത്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പൂർത്തിയാകുന്ന മുറയ്ക്ക് മാത്രമാണ് അതിനകത്തേക്ക് ലോറി ഉണ്ടോ എന്ന കാര്യത്തിലേക്ക് പോവുക. മാത്രമല്ല പുഴയുടെ ആഴം 40 അടിയോളം ഉണ്ട് എന്നാണ് ഈ പ്രദേശത്തുള്ള ആളുകളും ഒപ്പം തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിൽ ഈ തിരച്ചിലിൽ പങ്കെടുത്തവരുമൊക്കെ പറയുന്നത്. ഏതായാലും ഇനിയിപ്പോൾ ആ ഒരു ഭാഗം മാത്രമാണ് ബാക്കിയുള്ളത്. റോഡിൽ ഉണ്ടായിരുന്ന പ്രതീക്ഷ ഏതായാലും അവസാനിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ ഈ ലോറി ഉണ്ടാകാനുള്ള സാധ്യത പൂർണ്ണമായും ഇല്ലാതാകുന്ന തരത്തിലേക്ക് തന്നെ അവിടെ മണ്ണ് നീക്കിക്കഴിഞ്ഞു. പിന്നീട് സമാന്തരമായ പരിശോധന നടക്കുന്നത് ഈ ഗംഗാവാലി പുഴയിലാണ്. ഏറ്റവും പ്രതികൂലമായ സാഹചര്യത്തിൽ തന്നെയാണ് നേവി ഈ ഗംഗാവാലി പുഴയിൽ ഇന്ന് രാവിലെ മുതൽ തിരച്ചിൽ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. കാരണം മഴ ഇടവിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നത്, ശക്തമായ മഴയാണ്, കാറ്റുണ്ട്, ഒപ്പം നല്ല നീരൊഴുക്കുള്ള പുഴയാണ്. അങ്ങനെ ഉള്ള പ്രതികൂലമായ ഘടകങ്ങളെല്ലാം അവഗണിച്ചുകൊണ്ട് തന്നെയാണ് നേവി അവരുടെ തിരച്ചിൽ നടത്തിക്കൊണ്ടിരുന്നത്. ക്യാമറകളും ഒപ്പം സോണാറും അങ്ങനെയുള്ള ഉപകരണങ്ങളെല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിലാണ് പുഴയിൽ നേവി നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇപ്പോഴും അവിടെ നിന്ന് മണ്ണ് നീക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. പക്ഷേ ഈ മണ്ണ് നീക്കി കഴിയുക എന്ന് പറയുന്നത് എത്രത്തോളം ശ്രമകരമായ ദൗത്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാരണം ഈ 15 അടിയോളം മണ്ണ് നീക്കുക എന്ന് പറയുന്നത് തന്നെ ഒരുപക്ഷെ 15 ദിവസത്തോളം ഈ ഒരു ദൗത്യം എടുത്തേക്കാമെന്ന സൂചന ഇപ്പോൾ ഈ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സൈന്യം വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതായാലും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട്. പക്ഷേ ആ പ്രതീക്ഷയ്ക്കൊടുവിൽ ഈ ലോറി ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്ന് തന്നെയാണ് നമ്മളെല്ലാം ഇപ്പോൾ നോക്കുന്നത്. അതേസമയം ഈ ലോറി കേടുപാടുകൾ സംഭവിക്കാതെ ഇവിടെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത പൂർണ്ണമായും തള്ളിക്കളയുന്ന രീതിയിലേക്ക് തന്നെയാണ് വിവരങ്ങൾ വരുന്നത്. കാരണം അത്രയധികം മണ്ണ് ഈ ലോറിക്ക് മുകളിലേക്ക് വീണിരിക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് കാണുന്നത്. എങ്കിലും ഈ ലോറി കണ്ടെത്തുക, അർജുനെ കണ്ടെത്തുക എന്നുള്ള ആ ഒരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇന്നും തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ശക്തമായ കാറ്റ് ഒപ്പം തന്നെ മഴയും, ഇത് രണ്ടും പലപ്പോഴും ഈ ഒരു തിരച്ചിലിന് തടസ്സമാകുന്നുണ്ടെങ്കിൽ പോലും ഇന്ന് ആ മഴയത്ത് പോലും തിരച്ചിൽ നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പതിവ് പോലെ പോലീസ് ഈ മാധ്യമപ്രവർത്തകരെയോ പൊതുജനങ്ങളെയോ ഒന്നും തന്നെ അങ്ങോട്ട് കടത്തിവിടുന്നില്ല. ഇപ്പോൾ പൂർണ്ണമായും സൈന്യവും NDRF-ഉം SDRF-ഉം മാത്രമാണ് ഈ പ്രദേശത്ത് ഉള്ളത്. 3ഓളം മണ്ണുമാന്തി യന്ത്രങ്ങളാണ് ഇപ്പോൾ ഈ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഭാഗത്ത് മണ്ണ് നീക്കി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ പരിശോധന ഇന്ന് മണ്ണ് നീക്കി ആ ലോറിയുടെ ഒരു ഭാഗം കണ്ടെത്താനാകുമോ എന്ന കാര്യത്തിലുള്ള സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല ഈ ലഭിച്ച സിഗ്നലുമായി ബന്ധപ്പെട്ടും ചില സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കാരണം നമ്മൾ ആ ദൃശ്യങ്ങളിൽ തുടക്കം മുതൽ കാണുന്നുണ്ട്, ഒരു ടവർ, ഇലക്ട്രിക് ലൈനിൻ്റെ ഒരു ടവർ ഇടിഞ്ഞു വീണ ദൃശ്യങ്ങളുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ മറ്റൊരു ടവർ കൂടി ഈ പുഴയിലേക്ക് പതിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിൻ്റെ സിഗ്നൽ ആകാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു സാധ്യതയും തള്ളിക്കളയാനാവില്ല. അപ്പോൾ സ്വാഭാവികമായും ഇവിടെ ഇപ്പോൾ തിരച്ചിൽ നടത്തുമ്പോൾ പോലും ലോറി മറ്റൊരിടത്തേക്ക് ഒഴുകിപ്പോയിട്ടുണ്ടാകുമോ തുടങ്ങിയ സംശയങ്ങളെല്ലാം നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ആ ഒരു പ്രതീക്ഷയുടെ പുറത്തുള്ള തിരച്ചിൽ തന്നെയാണ് ഇപ്പോഴും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സേതുലക്ഷ്മി.
ശരി ശരി നിഖിൽ, ഞാൻ സരീഷിലേക്ക് കൂടി പോവുകയാണ്. സരീഷ്, ഇപ്പോൾ ഈ ISROയുടെ ദൃശ്യങ്ങൾ അടക്കം ലഭിച്ചിട്ടുണ്ട്, അപകടം നടന്ന ആ സ്ഥലത്തെ ദൃശ്യങ്ങളടക്കം ലഭിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ലീഡ് ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് ഒന്ന്. മറ്റൊന്ന്, ഈ മണ്ണ് ഇടിഞ്ഞു വീഴുന്ന ആ സമയത്ത്, അതായത് നദിയിലേക്ക് ഈ മണ്ണ് പതിക്കുന്ന സമയത്ത് മറുകരയിൽ 3-4 വീടുകൾ ഒലിച്ചുപോയി എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ വാഹനം ഈ നദിയിൽ പതിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒഴുകിപ്പോകാനുള്ള, ഇത്രയും ലോഡുമായുള്ള ഒരു വാഹനം അത് ഒഴുകിപ്പോകാനുള്ള സാധ്യതയുണ്ടോ? തിരച്ചിൽ ആ നിലയ്ക്ക് നടക്കുന്നുണ്ടോ അവിടെ? ഏറ്റവും നിർണായകമാവുന്നത് ISROയുടെ ദൃശ്യങ്ങൾ ലഭിക്കുന്നതോടെ ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഈ ലോറി എവിടെയാണ് പാർക്ക് ചെയ്തിരുന്നത്, എങ്ങോട്ട് നീങ്ങാനാണ് സാധ്യത തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരും എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ISRO നൽകിയ ഈ ദൃശ്യങ്ങളിൽ വ്യക്തതയില്ല എന്നാണ് കളക്ടർ തന്നെ ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. അത് കൃത്യമായി പരിഗണിച്ച ശേഷം മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല, അല്ലെങ്കിൽ മുന്നോട്ട് പോകാനാവില്ല എന്ന് തന്നെയാണ് കളക്ടർ ഉൾപ്പെടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ നിലവിലെ ലഭിച്ച രേഖാചിത്രങ്ങളിൽ, ചിത്രങ്ങളിൽ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പരിശോധന നടത്തുക എന്നുള്ളത് നടപ്പിലാവില്ല എന്ന് തന്നെ കൃത്യമായി കളക്ടറും അതോടൊപ്പം തന്നെ രക്ഷാപ്രവർത്തകരും പറയുന്നുണ്ട്. മറ്റൊന്ന്, ഈ അപകടം നടന്നപ്പോൾ ഒരുപക്ഷെ ഈ പുഴ, അല്ലെങ്കിൽ പുഴ തന്നെ ദിശ മാറി ഒഴുകുന്ന രീതിയിലാണ് അപകടമുണ്ടായത്. ഒരു വലിയ മലയാണ്. ആ മല ഒന്നാകെ പുഴയിലേക്ക്, അതായത് റോഡിലേക്കും പുഴയിലേക്കും ഇടിച്ചിറങ്ങുന്നൊരു സാഹചര്യം. നേരത്തെ പറഞ്ഞതുപോലെ 25 അടിക്ക് മുകളിൽ ആഴമുള്ള ഒരു പുഴ. ആ പുഴയുടെ മറുകരയിൽ കുടുംബങ്ങളുണ്ടായിരുന്നു. ആ കുടുംബങ്ങളിൽപ്പെട്ടവർ, ആ കുടുംബം വീടുൾപ്പെടെ ഒലിച്ചു പോകുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. ഒരു കുടുംബത്തിൽ തന്നെ 5 പേരുൾപ്പെടെ മരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതോടൊപ്പം ഈ ടാങ്കർ ലോറി ഉൾപ്പെടെ ഒലിച്ചു പോവുകയും ചെയ്തു. കിലോമീറ്ററുകൾക്കപ്പുറത്ത് നിന്നാണ് ഈ ടാങ്കർ ലോറി കണ്ടെത്താനായത്. ആ ടാങ്കർ ലോറിയുടെ ഡ്രൈവറുടെ മൃതദേഹം ഏതാണ്ട് 40 കിലോമീറ്റർ അകലയിൽ നിന്നാണ് ലഭിച്ചത്. ഏതാണ്ട് ഗോകർണം ആ ഭാഗത്തു നിന്നാണ് ലഭിച്ചത്. അത്തരത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്ന ഘട്ടമായിരുന്നു ഈ കടന്നുപോയത്. പക്ഷേ അപ്പോഴും ഈ വാഹനം ഇവിടെ ഉണ്ടാവും എന്ന് പറയാൻ കാരണം, നിലവിൽ ഈ ഇടത് ഭാഗത്ത് തന്നെയാണ് ഈ വാഹനം പാർക്ക് ചെയ്തിരിക്കുന്നത് എന്ന് ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. റോഡിൻ്റെ ഇടത് ഭാഗത്ത് വാഹനം പാർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് ഈ വാഹനത്തിന് മുകളിലേക്ക് ആദ്യം മണ്ണ് വരുന്നു. മണ്ണ് ഈ മുകളിൽ, അതായത് ഇടത് ഭാഗത്തെ വാഹനം, ആ വാഹനത്തിന് മുകളിലേക്ക് ഒന്നടങ്കം മണ്ണ് പതിക്കുന്നു. ആ മണ്ണിന് പുറകിലായി, അല്ലെങ്കിൽ ആ മണ്ണോടെ, അല്ലെങ്കിൽ മണ്ണുൾപ്പെടെ ഈ വാഹനം നീങ്ങി പുഴയിലേക്ക് പതിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ മണ്ണ് ഇതിന് മുകളിൽ വീണതുകൊണ്ട് തന്നെ ഈ കല്ലും ഒപ്പം തന്നെ പാറക്കല്ലുൾപ്പെടെയുള്ളവ ഈ വാഹനത്തിന് മുകളിൽ വീണിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒഴുകിപ്പോകാനുള്ള സാധ്യതയില്ല എന്നാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തകർ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ആ രീതിയിലാണ്, അതൊരു ലാൻഡ് സ്ലൈഡിൻ്റെ ഒരു സ്കെയിലിലേക്ക് പരിശോധിച്ചാൽ ഒരേ സമയത്ത് സ്ലോപ്പായി വീഴുന്നൊരു സാഹചര്യമാണ്. ഇത്തരത്തിൽ ഒരു സ്ലോപ്പായി വീഴുമ്പോൾ സ്വാഭാവികമായും ആ വാഹനം അടിയിൽ നിന്നും നേരെ പുഴയിലേക്ക് തള്ളിപ്പോവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ വാഹനം നിലവിൽ പുഴയുടെ മധ്യഭാഗത്തോ അല്ലെങ്കിൽ വശത്തോ ആയി ഉണ്ടാവുമെന്ന് പറയുന്നത്. മറ്റൊരു സാധ്യത, ഈ വലത് ഭാഗത്ത് ഈ റോഡും ഈ വയൽ പ്രദേശവുമായിരുന്നു ആദ്യം. ഇപ്പോൾ ഏതാണ്ട് പുഴയും കരയും ഏതാണ്ട് സമാനമായി നിൽക്കുകയാണ്. നേരത്തെ വയൽ പ്രദേശമായിരുന്നു. അപ്പോൾ ഈ വയൽ പ്രദേശം എന്ന് പറയുന്നത് റോഡിൽ നിന്നും അല്പം താഴ്ന്ന പ്രദേശമായിരുന്നു. ഒരു പക്ഷേ ആ വാഹനം ആദ്യഘട്ടത്തിൽ ഈ പുഴക്കരയിലേക്ക് വരികയും അവിടെ നിന്നും ഈ താഴ്ചയിലേക്ക് വീണുകയും അതിന് മുകളിൽ മണ്ണും വീണിട്ടുണ്ടാവാം എന്ന സംശയമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ 2 സ്ഥലങ്ങളിലും, ഒന്ന് പുഴയുടെ നടുഭാഗത്ത് ഇപ്പോഴും ഒരു വലിയ രീതിയിൽ മൺകൂന നിൽക്കുന്നുണ്ട്. അവിടെ അത്രയും മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വിഭിന്നമായി പുഴയുടെ നടുഭാഗത്ത് മാത്രം ഒരു ഹൈറ്റിന് മുകളിൽ മൺകൂന നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ കണക്കാക്കുന്നത് 6 അടിക്ക് മുകളിലുള്ള വാഹനമാണ്. ആ വാഹനത്തിന് മുകളിൽ മണ്ണ് വീണാൽ ചിലപ്പോൾ സ്വാഭാവികമായും മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ഉയർന്ന പ്രതലമായതുകൊണ്ട് അവിടെ മണ്ണ് കെട്ടിക്കിടക്കുന്നതുകൊണ്ടാവാം അങ്ങനെയൊരു സാഹചര്യം. മറ്റൊന്ന്, നേരെ ഈ വാഹനം നേരെ ആ കുഴിയിലേക്ക് പതിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ ഈ 2 സ്ഥലത്താണ് ഒരേ സമയം പരിശോധന നടത്തുന്നത്. റഡാർ ഉപയോഗിച്ച് ഈ 2 സ്ഥലത്തും പരിശോധന നടത്തി. അതിൽ ഒരു സ്ഥലത്താണ്, ഈ 40 മീറ്റർ അകലെയുള്ള ഈ സ്ഥലത്താണ് സിഗ്നൽ കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒലിച്ചു പോകാനുള്ള സാധ്യതയില്ല എന്ന് ഇവർ പറയുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമായി പറയുന്നത്, അങ്ങനെ ഈ വാഹനം ഒലിച്ചു പോകുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ കയർ പൊട്ടിയേക്കാം. ഈ 6 അടി അല്ലെങ്കിൽ ചെറിയ ചെറിയ പീസുകളാക്കിയുള്ള അക്വേഷ്യ മരമാണ്
ഈ വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും അപകടത്തിൽപ്പെടുമ്പോൾ ഈ മരത്തടികൾ പുഴയിൽ ഒഴുകിക്കിടക്കാം. ആരെങ്കിലുമൊക്കെ അത് കണ്ടിട്ടുണ്ടാവാം. പക്ഷേ അത്തരത്തിലൊരു ദൃക്സാക്ഷികളുടെ മൊഴിയൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. ഒരു കരയിലും ഇത്തരത്തിൽ പീസുകളാക്കിയ മരത്തടി അടിഞ്ഞിട്ടുമില്ല. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ ഈ വാഹനം ഇതിനടിയിൽ തന്നെ ഉണ്ടാവാം എന്ന നിഗമനത്തിൽ തന്നെയാണ് ആളുകൾ എത്തുന്നത്. പക്ഷേ അത് എവിടെയാവാം എന്ന ഒരു സംശയം മാത്രമാണ് ഇപ്പോഴുമുള്ളത്. നിഖിൽ സൂചിപ്പിച്ചതുപോലെ ഈ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചില്ല, അതായത് നേരത്തെ ഉപയോഗിച്ച ഒന്നല്ല, പകരം വളരെ ആഴത്തിൽ എന്തെങ്കിലും ലോഹപദാർത്ഥങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുകയും അത് കണ്ടെത്തുകയും ചെയ്യുന്ന മെറ്റൽ ഡിറ്റക്ടറുകളാണ്, ആഴത്തിൽ പരിശോധിക്കാൻ സാധിക്കുന്ന റഡാറുകളാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ പരിശോധനകൾ യഥാർത്ഥത്തിൽ ലക്ഷ്യത്തിലേക്ക് എത്തും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ സൈനികരുടെയും നേവിയുടെയും ആവശ്യപ്രകാരം ഒരു വിദഗ്ധനെ കൂടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ട്. മലയാളി കൂടിയായ പാലക്കാട് സ്വദേശിയായ മുൻ ആർമി ഉദ്യോഗസ്ഥനെയാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. അദ്ദേഹം ഇത്തരത്തിൽ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ താഴേക്ക് അത്തരം മേഖലകളിൽ സ്റ്റീലിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലോഹങ്ങളുടെ അംശമുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതിൽ വിദഗ്ധനാണ്. അദ്ദേഹത്തിൻ്റെ സഹായം കൂടി തേടിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ നാളെ രാവിലെയോ അദ്ദേഹം ഇങ്ങോട്ട് എത്തുമെന്നാണ്. അദ്ദേഹം ഒരു പ്രത്യേക ഡ്രോൺ, അതായത് ഏവിയേഷൻ വകുപ്പ് ഉൾപ്പെടെയുള്ളവ ഉപയോഗിക്കുന്ന ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അത് എപ്പോൾ അദ്ദേഹം ഇങ്ങോട്ടേക്ക് എത്തും എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. എന്തായാലും പക്ഷേ ഗുണകരമായ രീതിയിൽ ഇപ്പോഴും ഈ രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്, മണ്ണെടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അതിനിടയിൽ അദ്ദേഹം വരുന്നതിന് മുൻപ് തന്നെ ഈ സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് ഒരു കുഴിയെടുത്ത് ആ കുഴിക്കുള്ളിലേക്ക് ഏതെങ്കിലും രീതിയിൽ, ആദ്യഘട്ടം മുതൽ രഞ്ജിത്ത് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞതാണ്, ഏതെങ്കിലും രീതിയിൽ സിഗ്നൽ ലഭിക്കുകയാണെങ്കിൽ അവിടെ ഒരു കുഴിയെടുക്കുക, കുഴിയിലൂടെ ട്യൂബ്, അതായത് ടണൽ പോലൊരു ട്യൂബ് ഇറക്കുക, സേഫ്റ്റി ട്യൂബ് ഇറക്കുക, അതിലൂടെ ആളുകൾ ഇറങ്ങി ഈ വാഹനത്തിൻ്റെ മുകൾ ഭാഗമോ അല്ലെങ്കിൽ ഏത് ഭാഗത്താണോ ഈ കണ്ടെത്തുന്നത് ആ ഭാഗം തുളച്ച് അതിനുള്ളിൽ ആളുകളുണ്ടോ അല്ലെങ്കിൽ ആളുണ്ടോ എന്ന് കണ്ടെത്തുക. അങ്ങനെ അർജുനുണ്ടെങ്കിൽ അർജുനെ പുറത്തേക്ക് എത്തിക്കുക എന്ന നേതൃത്വം അല്ലെങ്കിൽ ആ പ്രവർത്തനം നടത്താം എന്ന് ആദ്യഘട്ടം മുതൽ രഞ്ജിത്ത് പറഞ്ഞതാണ്. പക്ഷേ എവിടെയാണ് വാഹനം എന്ന് കണ്ടെത്തുന്നതിൽ വളരെ വൈകി. എന്തായാലും പ്രവർത്തനം ദ്രുതഗതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ അതിനിടയിൽ ഏറ്റവും നിർണായകമാവുന്നത് ഈ രക്ഷാപ്രവർത്തനത്തിൽ നിന്നും നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളുകളെ, മലയാളികളായ ആളുകളെ, സന്നദ്ധ പ്രവർത്തകരെ എല്ലാം മാറ്റി നിർത്തി എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ ഒരു കാര്യം. രഞ്ജിത്ത് ഉൾപ്പെടെയുള്ളവർക്ക് ഇപ്പോൾ ആ പ്രദേശത്തേക്ക് അനുമതി നിഷേധിച്ചിരിക്കുകയാണ്. കാരണം സിവിലിയൻസിനെ ഈ മേഖലയിലേക്ക് കടത്തിവിടേണ്ടതില്ല. കാരണം കരയിലെ പ്രവർത്തനങ്ങൾ പൂർത്തിയായി, ഇനി പുഴയിലാണ്. പുഴയിൽ നിലവിൽ നേവിയും ആർമിയും പ്രവർത്തനം നടത്തുന്നുണ്ട്. കൂടുതൽ ആളുകളെ അങ്ങോട്ടേക്ക് കടത്തിവിടേണ്ടതില്ല എന്നുള്ളത് കൊണ്ട് തന്നെ രഞ്ജിത്ത് ഉൾപ്പെടെയുള്ള സന്നദ്ധ പ്രവർത്തകരെയും രക്ഷാപ്രവർത്തകരെയും ഒന്നും ആ ഭാഗത്തേക്ക് കടത്തിവിട്ടിട്ടില്ല. ഇപ്പോൾ തീർത്തും സൈന്യവും ഒപ്പം തന്നെ നാവികസേനയും റവന്യൂ വകുപ്പും ചേർന്നുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ നാളെ രാവിലെയോ കൂടുതൽ മണ്ണ് മാന്തി യന്ത്രങ്ങൾ കൂടി ഇങ്ങോട്ടേക്ക് എത്തിക്കും. ഗോവയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നാണ് ഇത്തരത്തിൽ 20 മീറ്ററോളം നീളത്തിൽ മണ്ണ് മാറ്റാൻ സാധിക്കുന്ന യന്ത്രങ്ങളെ കൊണ്ടുവരുന്നത്. തീർച്ചയായും അതുകൂടി എത്തുമ്പോൾ അതിവേഗം ഈ മണ്ണ് മാറ്റാൻ സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതിനിടയിൽ ഏറ്റവും അതായത് കർണാടക വകുപ്പ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്, അല്ലെങ്കിൽ കർണാടക സർക്കാർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത് ഈ വാഹന ഗതാഗതം വീണ്ടും പുനരാരംഭിക്കുക എന്നൊരു ലക്ഷ്യത്തിലേക്ക് കൂടി പോകുന്നുണ്ട്. കാരണം ആ റോഡിൻ്റെ ഇരുവശങ്ങളിലെയും മണ്ണ് മാറ്റി, കാരണം നിരവധി വാഹനങ്ങൾ ഇവിടെ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോവേണ്ട 8 ദിവസം മുൻപ് വന്ന, അപകടത്തിന് തൊട്ട് മുൻപ് വരെ വന്ന വാഹനങ്ങളെല്ലാം, വലിയ നാഷണൽ പെർമിറ്റ് ലോറികളെല്ലാം ഇവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ അവരെ ഏത് സ്ഥലത്തേക്കാണോ പോവേണ്ടത് അങ്ങനെ അവരെ തുറന്നു വിടുക എന്നൊരു കാര്യം കൂടി ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. എന്തായാലും രക്ഷാപ്രവർത്തനം ദ്രുതഗതിയിൽ മുന്നോട്ട് പോകുന്നു. പക്ഷേ ആശ്വാസകരമായ കാര്യങ്ങളിലേക്കൊന്നും ഇതുവരെ എത്തിയിട്ടില്ല. ഇന്നലെ സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് കുഴിയെടുത്ത് പരിശോധന നടത്തി വരികയാണ്. പക്ഷേ എപ്പോൾ ഈ കൃത്യമായൊരു വിവരത്തിലേക്ക് എത്തും എന്നുള്ളതാണ് ഏറ്റവും നിർണായകരമായ കാര്യം. ഗുണകരമായി എന്ന് പറയാനാവുന്ന സിഗ്നലുകളൊന്നും തന്നെ അല്ലെങ്കിൽ ഒരു വിവരവും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. സരീഷ്, നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴേ ഇന്നിപ്പോൾ 8 ദിവസമായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സംഭവം ഉണ്ടായിട്ട് 8 ദിവസമായിരിക്കുന്നു. ഈ 8 ദിവസത്തിനിപ്പുറവും ഇനിയും ഈ നൂതന ഉപകരണങ്ങൾ വരാനായിട്ടുള്ള ഒരു കാത്തിരിപ്പിലാണ് ഈ തിരച്ചിൽ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് തീർത്തും അവിശ്വസനീയമായ ഒരു കാര്യമാണ്, ഞെട്ടലുളവാക്കുന്ന ഒരു കാര്യമാണ്. നമുക്കൊക്കെ ഈ കേരളം വിട്ടുപോയി എന്തെങ്കിലും പറ്റിയാൽ എന്ത് സുരക്ഷയാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ് ഈ ഏറ്റവും വലിയൊരു ചോദ്യമായി ഉന്നയിക്കപ്പെടുന്നത്. നിഖിലിലേക്ക് ഞാൻ ഒരിക്കൽ കൂടി പോവുകയാണ്. നിഖിൽ, നമ്മൾ ഈ പറഞ്ഞ പോലെ ഇന്ന് രാവിലെ ഈ രഞ്ജിത്ത് അടക്കമുള്ളവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്
നല്ല രീതിയിൽ തിരച്ചിൽ നടക്കുകയാണെങ്കിൽ ഇന്ന് ഉറപ്പായും വാഹനം കണ്ടെത്താൻ കഴിയുമെന്ന് വലിയൊരു ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു രാവിലെ രഞ്ജിത്ത്. പക്ഷേ ഇപ്പോൾ നിഖിലിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നത് ഈ പുഴയ്ക്കടിയിലെ മണ്ണ് നീക്കണമെങ്കിൽ കുറഞ്ഞത് ഒരു 15 ദിവസമെങ്കിലും വേണ്ടിവരുമെന്ന് സൈന്യം പറയുന്നു എന്നാണ്. അങ്ങനെയെങ്കിൽ ഈ രക്ഷാദൗത്യം ഇങ്ങനെ നീളും എന്ന് തന്നെയാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? നിലനിൽക്കുന്നത് അക്കാര്യത്തിൽ തന്നെയാണ്. ഈ ലോറി കണ്ടെത്തുന്നതിന് 15 ദിവസം വരെ എടുത്തേക്കാം എന്നാണ് സൈന്യത്തിന്റെ ഭാഗത്തു നിന്നുള്ള അവർ പറയുന്നത്. കാരണം ഈ പറഞ്ഞതുപോലെ ഉപകരണങ്ങൾ എത്തിച്ച് നടത്തുന്ന പരിശോധനയിൽ പോലും സിഗ്നലുകൾ ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും അത് ലോറിയുടേതാണെന്ന് ഉറപ്പിക്കാൻ സാധിക്കുന്നില്ല. ഇനി ലോറിയുടേതാണെന്ന് ഉറപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പോലും ഒരുപക്ഷെ പുഴയുടെ അടിത്തട്ടിലാവാം, ചെളിയിൽ പൂണ്ടുപോയ നിലയിലാവാം, അങ്ങനെയൊക്കെയുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇന്ന് വൈകിട്ട് കണ്ടെത്താനുള്ള ഒരു സാധ്യത എത്രത്തോളമാണ് എന്ന് ചോദിച്ചാൽ അതിനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് തന്നെയാണ് ഈ തിരച്ചിലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ പറയുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അപ്പോഴും ഇന്ന് കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയോടുകൂടി വളരെ സജീവമായി ഇന്ന് ഈ മണ്ണ് നീക്കിയുള്ള പരിശോധന നടക്കുന്നു എന്നുള്ളത് മാത്രമാണ്. ഒപ്പം ഈ നേരത്തെ സരീഷ് സൂചിപ്പിച്ചതുപോലുള്ള ആ മൺതിട്ട ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അതിലെല്ലാമുള്ള സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അവിടെ ഒന്നും ഒരു വ്യക്തതയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ ഇപ്പോഴും ഇവിടെ നടത്തിയ പരിശോധനകൾക്കൊന്നും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായും ചില തടസ്സങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. കാരണം ഈ ചെളിയിൽ എത്രത്തോളം ഈ റഡാറുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ എത്രത്തോളം ഉപയോഗപ്പെടും, മാത്രമല്ല ഈ ലോറിയുടെ ലോഹഭാഗം മാത്രമാകില്ല. ഇവിടെ ഇപ്പോൾ നേരത്തെ കടയുണ്ടായിരുന്ന ഭാഗത്ത് ഈ റഡാർ ഉപയോഗിച്ച് പരിശോധന നടത്തിയപ്പോൾ അവിടെ സിഗ്നൽ ലഭിച്ചു. പക്ഷേ ആ സിഗ്നൽ അവിടെ നേരത്തെ ഉണ്ടായിരുന്ന കടയോട് ചേർന്ന ഒരു കുഴിക്ക് മുകളിലിട്ട സ്ലാബായിരുന്നു. ആ സ്ലാബിലെ കമ്പിയുടെ സിഗ്നലായിരുന്നു ലഭിച്ചത്. അങ്ങനെ സിഗ്നൽ ലഭിക്കുന്ന പല സാഹചര്യങ്ങളും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അത് ലോറിയാണ് എന്ന് ഉറപ്പിക്കാവുന്ന തരത്തിലേക്ക് എത്താൻ സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന അനിശ്ചിതത്വം എന്ന് പറയുന്നത്. ഈ പുഴയിലും സ്വാഭാവികമായും ഈ തിരച്ചിൽ നടത്തിയോ അല്ലെങ്കിൽ ഉപകരണങ്ങൾ ഉപയോഗിച്ച് നടത്തുന്ന പരിശോധനകളിലൂടെയോ ഒന്നും തന്നെ ഈ ലോറി എവിടെ എന്ന് കണ്ടെത്താൻ, അതിനെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന തടസ്സം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് മാറിക്കിട്ടി ലോറിയുടെ കൃത്യമായ ഒരു ലൊക്കേഷൻ കണ്ടെത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ ഈ പറയുന്നത് പോലെ കൃത്യമായി ഇന്ന സമയത്ത് നമുക്ക് ആ ലോറി കണ്ടെത്താം അല്ലെങ്കിൽ പുറത്തെടുക്കാമെന്ന് പറയാനാവുന്ന ഒരു സാഹചര്യം നിലനിൽക്കും. പക്ഷേ അത്തരത്തിലേക്കുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഈ ലോറി പൂർണ്ണമായും തകർന്നിരിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന തരത്തിൽ തന്നെയാണ് വിലയിരുത്തൽ വരുന്നത്. കാരണം ഇത്രയധികം മണ്ണ് ഒരുമിച്ചാണ്, മണ്ണും കല്ലുകളും എല്ലാം ഒരുമിച്ചാണ് ഈ ലോറി ഇനിയിപ്പോൾ പുഴയിലേക്ക് വീണാൽ പോലും അതിന് മുകളിലേക്ക് വന്ന് പതിക്കുന്നത്. അപ്പോൾ ഇനി ഏതൊക്കെ പോലെ നമുക്ക് ഈ ഇന്ന് പ്രതീക്ഷയോടെ തന്നെ മുന്നോട്ട് പോകാം. കാരണം നേരമൊന്നിരുട്ടുമ്പോൾ അവസാനിപ്പിക്കുന്നതാണ് ഈ രക്ഷാപ്രവർത്തനം. ആ ഇരുട്ട് വീഴുന്നതിന് മുൻപ് തന്നെ എന്തെങ്കിലും ശുഭകരമായ ഒരു കാര്യം ലഭ്യമാകും എന്ന പ്രതീക്ഷയിൽ മുന്നോട്ട് പോകാം. അതല്ലെങ്കിൽ ദൗത്യം ഇനിയും നീളുമെന്നൊരു സൂചന കാലേ കൂട്ടി തന്നെ സൈന്യം അടക്കം പ്രവചിച്ചിട്ടുണ്ട്. അതിനായി കാത്തിരിക്കാം. ശരി, ഷിരൂരിൽ നിന്ന് നിഖിലും ഒപ്പം സരീഷുമാണ് വിവരങ്ങൾ നൽകിയത്.